ഹെഡ്ഗേവാറിൻ്റെ ചിത്രം പൂരവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ കൊട്ടുക്കൽ ക്ഷേത്രത്തിലെ ഗണഗീതാലാപനം, അതുപോലെ തന്നെ കൊല്ലം പൂരം കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ്റെ ചിത്രം പതിച്ചത്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ശക്തമായ നടപടികളിലേക്ക് പോയിരുന്നു. ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇപ്പോൾ അവിടെ ക്ഷേത്രോപദേശക സമിതിയുടെ കണ്ടെത്തലും വിലയിരുത്തലും ഒക്കെയുണ്ട്. രാജ്കുമാറിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ഹെഡ്ഗേവാറിൻ്റെ പൂരം കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ്റെ ചിത്രം വന്നതിന് പിന്നിൽ ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാണോ ഈ ക്ഷേത്രോപദേശക സമിതിയുടെ വിലയിരുത്തൽ? ഇന്ന് വിപുലമായ യോഗം അവർ ചേരുകയാണോ? എന്തൊക്കെയാണ്? ഇന്നലെ ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നതും നമ്മുടെ മുമ്പിലുണ്ട്. RSS നേതാക്കളെ കക്ഷി ചേർക്കുകയും മറ്റും ചെയ്തിരുന്നല്ലോ. രണ്ട് കേസാണ്, രണ്ട് ക്ഷേത്രങ്ങളാണ്. അതെ. അപ്പൊ അത് ഞാൻ ആശ്രാമത്തിലേക്ക് വരാം. ഈ ആശ്രാമം കൊല്ലം പൂരം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി നടക്കുന്ന ഒരു ദേശീയ ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഉത്സവം കൂടിയാണ്. അവിടെയാണ് RSSന് ഈ ആശ്രാമം ശ്രീ സ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ മേജർ ക്ഷേത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ഭരണത്തില് അവർക്ക് ആ ക്ഷേത്ര ഉപദേശക സമിതിയിൽ മേൽക്കൊയ്മ നഷ്ടപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ ഇതുവരെ ചെയ്യാത്ത ഒരു കൃത്യം ഈ പുതിയകാവ് ദേവസ്വം, RSSന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പുതിയകാവ് ക്ഷേത്രം, ദേവീക്ഷേത്രം, അവരാണ് ഒരു ഭാഗത്ത് 11 ആനകളുമായി ഈ പൂരത്തിൽ അണിനിരക്കുന്നത്. ആ കുടമാറ്റ നടപടികൾ ആചാരപൂർവമായിട്ടുള്ള കുടമാറ്റം നടന്നുകൊണ്ടിരിക്കെ തൊട്ടടുത്ത് ഉള്ള ഈ ദേവിയുടെ തിടമ്പേറ്റിയ ആനയുടെ തൊട്ടടുത്തുള്ള ആനയുടെ പേര് അതിനേക്കാളും വിചിത്രമാണ്. അത് നമ്മുടെ പുത്തൻകുളം മോദി എന്ന പേരുള്ള ആന. ആ ആനയുടെ പുറത്തിരുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഹെഡ്ഗേവാറിന്റെ RSSന്റെ സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ വിവാദമായിട്ടുള്ള ചിത്രം ഉയർത്തിയത്. ഇത് ഈ വലിയ തോതിൽ ഈ കൊല്ലത്തെ വിശ്വാസികൾക്കിടയിൽ പോലും അതൊരു അനാദരവാണ് എന്ന തരത്തിലാണ് ഉപദേശക സമിതിയുടെ പൂരം കമ്മിറ്റിയുടെയൊക്കെ വിലയിരുത്തൽ. ഇന്നലെ രാത്രി അവര് 8:30 കൂടി തന്നെ അവിടെ ഉപദേശക സമിതിയും അതുപോലെ പൂരം കമ്മിറ്റിയുടെ ഭാരവാഹികളും ഒക്കെ ക്ഷേത്ര പരിസരത്ത് തന്നെ യോഗം ചേർന്നിരുന്നു. അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്, ഒന്ന്, ഇത് ഒരു അട്ടിമറി ശ്രമം ഉണ്ട് എന്ന് അവർക്ക് ഒരു സംശയമുണ്ട്. 2, അവർ ശക്തമായി അതിൽ പ്രതിഷേധിക്കുന്നു. ഈ പുതിയകാവ് ദേവസ്വത്തിന്റെ ഭാഗത്തുണ്ടായ ഈ RSSന്റെ ചിത്രം ഉയർത്തിയ സംഭവത്തിൽ അവർ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ ഈ 3 ഒരു അനാദരവാണ്, വിശ്വാസികളോട് കാണിച്ച അനാദരവും ചതിയായി പോയി എന്നാണ് അവർ പറയുന്നത്. സാധാരണഗതിയിൽ താമരക്കുളം ഗണപതി ക്ഷേത്രവും പുതിയകാവ് ദേവി ക്ഷേത്രവുമാണ് 2 ഭാഗത്തായി തൃശ്ശൂരിൽ തിരുവമ്പാടിയൊക്കെ ഉള്ളതുപോലെ 2 ഭാഗത്ത് അണിനിരന്ന് ഈ കുടമാറ്റം നടക്കുന്നത്. ഈ 2 പേരുടെയും ഡിസ്പ്ലേകൾ രഹസ്യമാണ്. ഇവരിത് ആ മത്സരമായതുകൊണ്ട് തന്നെ പുറത്ത് ആരോടും പറയില്ല. ക്ഷേത്രോപദേശക സമിതി ആ കാര്യങ്ങൾ ഇടപെടാറുമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ചതി ഒളിച്ചിരിപ്പ് ഈ പുതിയകാവ് ദിവസം ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളത് ഉപദേശക സമിതിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അല്ലെങ്കിൽ തന്നെ അവർക്ക് അത് ഇടപെടേണ്ട കാര്യവും ഇല്ലായിരുന്നു. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഈ 30 വർഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതിൽ ഇന്ന് അവിടെ 14 ഈ ക്ഷേത്രങ്ങൾ കൂടി ഉൾപ്പെട്ടതാണ് പൂര കമ്മിറ്റി എന്ന് പറയുന്നത്. ആ പൂര കമ്മിറ്റിയുടെ യോഗം ഇന്ന് ക്ഷേത്രമുറ്റത്ത് ഇന്ന് ചേരും. അവർക്കെല്ലാം ശക്തമായ ഒരു ആശങ്കയും പ്രതിഷേധവുമാണ് അവർ ഇതിൽ നിലവിൽ തന്നെ ഈ ക്ഷേത്രോപദേശക സമിതി അവരെ അറിയിച്ചു കഴിഞ്ഞു. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നമ്മുടെ ഷീജയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞു, കൊല്ലം ACയോട്, ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ് കമ്മീഷണറോട് ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാലുടൻ മറ്റ് നടപടികളിലേക്ക് ദേവസ്വം ബോർഡ് കടക്കും. അതേസമയം തന്നെ ഇപ്പൊ 2ാമത്തെ കേസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്, ഇന്നലെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, അതായത് കോട്ടുക്കൽ ക്ഷേത്രത്തിലെ അവിടെ ഈ ഗണഗീതം പാടിയതും ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ ബജരംഗിയുടെ കൊടികെട്ടി ആ ക്ഷേത്രത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ മുഴുവനും നശിപ്പിക്കുകയും അവിടെ ആ ക്ഷേത്ര വിശ്വാസികളോടൊരു അനാദരവ് അവിടെയും ഉണ്ടായി എന്നുള്ള ഒരു പരാതി ക്ഷേത്ര ഉപദേശക സമിതിയിലെ അംഗം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി ദേവസ്വം ബോർഡിൽ കൊടുക്കുകയും പോലീസിന് കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ഹൈക്കോടതി അതിലൊരു ഹർജി കൂടി വന്ന സാഹചര്യത്തിലാണ് ആ പ്രദേശത്തെ RSSന്റെ പ്രവർത്തകരെ കൂടി ഇതിനകത്ത് കക്ഷി ചേർക്കാനുള്ള സുപ്രധാനമായ നിർദ്ദേശം നൽകിയത്. അവർക്കൊരിക്കലും ഇതിൽ നിന്ന് മാറിപ്പോകാനും കഴിയാത്ത വിധം ഇപ്പോൾ നിയമപരമായ ഒരു വലിയ ബന്ധനത്തിലേക്ക് RSSനെതിരെയുള്ള വലിയൊരു നിയമത്തിന്റെ വാൾ ഓങ്ങുകയാണ്.
ശരി, രാജ്കുമാർ സൂചിപ്പിച്ചത് ഈ രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ രണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ സമാനമായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ഉയർന്നു വന്നിട്ടുള്ള നടപടികളും മറ്റുമാണ് സൂചിപ്പിച്ചത്. ഒരു കാര്യം കൂടി രാജ്കുമാർ സംസാരിച്ചതിൻ്റെയും സൂചിപ്പിച്ചതിൻ്റെയും തുടർച്ചയിൽ ഈ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് ഇതേക്കുറിച്ച് പറഞ്ഞത് കൂടി ഒന്ന് കാണാം. അടിയന്തരമായിട്ട് അഡ്വൈസറി കമ്മിറ്റി കൂടിയായിരുന്നു. അഡ്വൈസറി കമ്മിറ്റി കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പുതുകാവ് അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഗുരുതര വീഴ്ചയാണ് ഇന്നലെ സംഭവിച്ചത്. ഇതിൽ അഡ്വൈസറി കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു കാരണവശാലും ഉണ്ടാവരുതായിരുന്നു. ഒന്നാമത് ഈ അടുത്തടുത്തുള്ള സംഭവങ്ങൾ മുഖാന്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഈ ഉപദേശ സമിതിയാണ് ബാധിക്കുന്നത് മൊത്തം. അതുകൊണ്ട് അതിനെതിരെ അഡ്വൈസറി കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നു ആദ്യമായിട്ട്. അതിനുശേഷം കൂടിയ പൂരം വൈസ് ചെയർമാൻമാരുടെ കമ്മിറ്റിയിൽ അടിയന്തരമായിട്ട് ഈ ഘടകപൂരങ്ങളായ 14 ക്ഷേത്രങ്ങളെ അടിയന്തര കമ്മിറ്റി നാളെ വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തര കമ്മിറ്റി വിളിച്ചതിന് ശേഷം മറ്റ് തുടർ നടപടികൾ എന്ത് വേണമെന്ന് ആലോചിക്കും. ഏതായാലും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ആ ക്ഷേത്രോപദേശക സമിതി പൂർണ്ണമായും ഇതിനോട് വിയോജിക്കുകയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. 14 പൂരം കമ്മിറ്റികളുടെയും യോഗം ഇന്ന് ഈ പശ്ചാത്തലത്തിൽ ചേരുകയും ചെയ്യുന്നുണ്ട്.